സുനിത വില്യംസും ബൂച്ച് വിൽമോറും വെറും 8 ദിവസത്തെ ദൗത്യത്തിനാണ് ആദ്യം പോയത്. എന്നാൽ സ്റ്റാർലൈൻ ബഹിരാകാശ പേടകത്തിന്റെ തകരാറ് കാരണം അവരുടെ ദൗത്യം 8 മാസത്തേക്ക് നീട്ടി. സുരക്ഷാ കാരണങ്ങളെ കൊണ്ട് ഈ തീരുമാനം ഉണ്ടായത്. പകരം എലോൺ മസ്കിന്റെ കമ്പനിയുടെ നേതൃത്വത്തിൽ സ്പേസ് എക്സിന്റെ ഒരു ദൗത്യം എന്നത് 2025 ഫെബ്രുവരിയിൽ അവരെ തിരികെ കൊണ്ടുവരിക എന്നതാണ്. ദീർഘകാല ബഹിരാകാശ യാത്രകൾ ഇവരെ ക്ഷീണിതരും രോഗാവസ്ഥയിലും ആക്കിയിട്ടുമുണ്ട്. ദുർബലമായ അസ്ഥികൾ, പേശികളുടെ നഷ്ടം, ചുവന്ന രക്താണുക്കളുടെ പെട്ടെന്നുള്ള നാശം എന്നീ പല ആരോഗ്യ പ്രശ്നങ്ങളും നടക്കുന്നുമുണ്ട്. കൂടാതെ ബഹിരാകാശത്ത് ഉള്ള ഉയർന്ന റേഡിയേഷന്റെ അളവ് കാരണം കാഴ്ചയെ ബാധിക്കുന്നു. ഈ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കുവാൻ ISSലെ ബഹിരാകാശ യാത്രികർ അവരുടെ ആരോഗ്യം നിലനിർത്താൻ കർശനമായ വ്യായാമ മുറകൾ പിന്തുടരുന്നു. ഇതിനിടയിൽ അവർക്ക് ആവശ്യത്തിനു വേണ്ട ഫ്രഷ് ഫുഡിന്റെ അളവ് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വിദഗ്ധർ പറയുന്നു. പീസ, റോസ്റ്റ് ചിക്കൻ തുടങ്ങിയവയാണ് സുനിതയും ബൂച്ചുവും കൂടുതൽ കഴിക്കുന്നത്. വളരെ കുറച്ച് പഴങ്ങളും പച്ചക്കറികളും മാത്രമാണ് ഉള്ളൂവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ അടുത്ത് പുറത്തു വന്ന സുനിത വില്യംസിന്റെ ചിത്രങ്ങളിൽ ആരോഗ്യനില വളരെ മോശമാണ് എന്ന് വ്യക്തമാണ്. ബഹിരാകാശ നിലയത്തിൽ പ്രതിദിനം 1.7 കിലോഗ്രാം ഭക്ഷണമാണ് ഓരോ ബഹിരാകാശ സഞ്ചാരികൾക്കും ലഭിക്കുക. ഇതിനിടയിൽ ബഹിരാകാശ യാത്രികർക്ക് 3 ടൺ ഭക്ഷണവും ഇന്ധനവും ആവശ്യ സാധനങ്ങളും വഹിച്ചുകൊണ്ട് നാസ വ്യാഴാഴ്ച വൈകുന്നേരം 6 PM IST കസാഖിസ്ഥാനിൽ നിന്ന് ഒരു അൺക്രൂസ് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. ബഹിരാകാശ പേടകം ശനിയാഴ്ച രാത്രി 8 മണിയോടെ ISSൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ബഹിരാകാശ യാത്രികർക്ക് കാര്യമായ ഭാരം കുറയുകയും അലറാം ഉയർത്തുകയും ചെയ്യുന്നുമുണ്ട്. പതിവായി വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകുന്നുവെന്നും അവരുടെ ആരോഗ്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും നാസ പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുമുണ്ട്.